എല്ലാരും വിനീതന്റെ പേര് പറയുമ്പോഴേ ഇപ്പൊ ചുറ്റുള്ള വിനീതൻ എന്താ തോന്നുന്നത്? ഇത്രയും പേര് ഇത്രയും കാര്യങ്ങൾ മാറി നിന്നിട്ട് പാപ്പാ അതാണ് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കാറില്ല. ചുറ്റുള്ളവർക്ക് മാക്സിമം മോട്ടിവേഷൻ പോസിറ്റീവ് ആയിട്ട് ഇരിക്കണം, അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. ഇതെല്ലാം നമുക്ക് അടുപ്പമുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ കേൾക്കും. വഴിക്കൂടെ പോണ ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് ആരാ മോട്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ വിനീതേട്ടന്റെ പേരൊന്നും പറയില്ല. ഇത് ഞങ്ങൾ രണ്ടും തൊട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ്. അതിപ്പോ എന്റെ നല്ല ക്ലോസ് ആയിട്ടുള്ള രണ്ടുപേരോട് ചോദിക്കും, എന്റെ പേരേ പറയുള്ളൂ. രാഹുൽ ചിലപ്പോ എന്റെ അഖിലും പറയും. ശരിക്കുള്ള പേരുള്ള രണ്ടുപേരും ഇവരൊക്കെ ഉണ്ട്. രാഹുലുണ്ട്, അഖിലുണ്ട്, അമലുണ്ട്. കോമൺ പേര്. അയ്യോ, ചേട്ടൻ എന്തോ പറഞ്ഞു. എന്താ ചോദ്യം? എന്താ തോന്നുന്നു? അല്ല, അതല്ലല്ലോ ചോദ്യം. അത് ഞാൻ ചോദിച്ച ചോദ്യമല്ലേ? അതേ ചോദ്യം, നല്ല ചോദ്യമായിരുന്നു. അല്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ കേൾക്കും. അപ്പോൾ എങ്ങനെ പ്രശ്നം ഇല്ലാണ്ട് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയും. കഴിയുന്നത്രയും എന്താ പറയുക, ആൾക്കാർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനുള്ള വഴി നോക്കും. അത് മാത്രമേ ഉള്ളൂ. വേറെ വിനീതേട്ടന്റെ ലൈഫിൽ അങ്ങനെ ഞാൻ ദിവ്യയുടെ അടുത്ത് ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെക്കാളും പ്രശ്നമുള്ള ആൾക്കാരാണ്. എൻ്റെ അടുത്തൊന്നും പറയാറൊന്നുമില്ല. ഞാനല്ല. ബേസിയുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വായിട്ടൊന്നും പോകുന്നില്ല. ഞാൻ ബസ്സിലെ കാണിച്ചു വരിക. അയ്യോ, ശരിക്കും എം ജി ശ്രീകുമാർ ആ ചിരിയത് കേൾക്കണം എനിക്ക്. ആ വീഡിയോ അതിന് ഞാൻ ഇവനോട് പറഞ്ഞിട്ടെന്താ കാര്യം? ഞാനപ്പോ വയനാട്ട് നല്ല ആ കണക്ഷൻ. ഈ ഹെൽത്ത് പരമായിട്ട് എങ്ങനെയാ ശരിക്കും? അല്ല, ഇവൻ ഭയങ്കര ഹെൽത്ത് ഫ്രീക്ക് ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. കുറേ കാര്യങ്ങളിൽ ഞാൻ അഡ്വൈസ് എടുക്കാറുണ്ട്. ഇവൻ ആ രീതിയിൽ ഭയങ്കരമായിട്ട് അതിരടിയുടെ സെറ്റിൽ വെച്ചിട്ട് ഒരു ദിവസം എന്നെ ഇരുത്തി അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ബേസി ഒരു സൈഡിൽ ടോവി, സമീർക്ക, മെയിനായിട്ട് ഇവൻ തന്നെ ഹെൽത്ത് ശ്രദ്ധിക്കണം. അങ്ങനത്തെ ഒന്നും മെല്ലില്ലേ, കാണാനില്ലേ റിസൾട്ട്? സുന്ദര കുട്ടനായിട്ടുണ്ട്. മാറിയിരുന്നു പാപ്പ. മേജർ ശ്രീകുമാർ. ട്രോളുകൾ നിങ്ങൾ കണ്ട് ചിരിക്കാറുണ്ടോ? നിങ്ങളുടെ ട്രോളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് കോമഡി ആണെങ്കിൽ ചിരിക്കും. അതെ, അല്ലാതെന്താ? അത് കണ്ടിട്ട് ചിരിക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചിരിക്കില്ലടാ പട്ടി. കൂടെ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കുറെ തമാശകളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സീനിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു ചിരി പൊട്ടും, ചിരി വരുമല്ലോ. ശരിക്കും അങ്ങനെ ചിരിച്ച് കൊളാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവൻ നിവിൻ. അയ്യോ, ചിരി തുടങ്ങിയാ നിർത്തൂല, ചിരിച്ചോണ്ടേയിരിക്കും അല്ലേ? അല്ലേ, ഞാൻ ഈ സമയത്തൊക്കെയാണ് ഞാൻ ഈ ആക്ടേഴ്സിനെ ശരിക്കും അഡ്മയർ ചെയ്യുന്നത്. കാരണം സീൻ പറയാൻ പറ്റില്ല, കഥയൊന്നും പറയില്ല. ഇല്ലില്ല. എന്നോട് വളരെ ദേഷ്യപ്പെട്ടിട്ട് ഒരു ആക്ടർ എന്നോട് വളരെ ദേഷ്യപ്പെട്ടിട്ട് ടോവി സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം അതിൽ ഞാൻ ടോവിനെ നോക്കിയിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കണേ. ഇവൻ ഫുൾ സീരിയസ് ആയിട്ടാണ് ചെയ്യണേ. അപ്പം ആ കാര്യത്തിലൊക്കെ എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ 1-2 ടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാൻ അത് ഹാൻഡിൽ ചെയ്യും. നിവിൻ ഒരു രക്ഷയില്ല. 7 ടേക്ക് 8 ടേക്ക് ഒക്കെ ചിരിച്ചിട്ട് തന്നെ കളയും. അത് കഴിഞ്ഞ് ലൈറ്റൊക്കെ പോകാനായാലാണ് നമുക്ക് ഷോട്ട് കിട്ടുക. നിവിൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അവൻ
അവൻ ചെയ്യുന്ന സീൻസ് അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. പക്ഷെ ചിരി ഭയങ്കര അയ്യോ ഒരു രക്ഷയില്ല. അതെ അതെ. വർക്ക് ചെയ്തിട്ടുണ്ടോ ആരോടെ? നിവിൻ്റെ കൂടെ? ഇല്ലില്ല. ലവ് വേഷൻ ഡ്രാമയിൽ വർക്ക് ചെയ്തു. യെസ്, BJB. BJB. ഇപ്പൊ DJ ബോർഡിൽ നിന്നിട്ട് അങ്ങ് ദൂരെ നിൽക്കാൻ നിവിൻചേട്ടൻ ഓർമ്മയുണ്ടോ എന്നെ ഓർമ്മയുണ്ടോ? ഏതാണ് അവനെ അയ്യോ ആ പടം ഇപ്പാണെങ്കിലല്ലേ, ശരിയാ. ഓയ്യോ അന്ന് പോയതിനേക്കാളും ഗംഭീരമായിട്ട് പോയി. ആ സെറ്റ് എങ്ങനെയായിരിക്കും ഓർക്ക ധ്യാൻചാപ്പും കൂടി ഉള്ളതുകൊണ്ട് സെറ്റ് എങ്ങനെ അടിപൊളിയായിരിക്കും, ഫൺ. എനിക്കറിയില്ല, ഞാൻ അര ദിവസം ഉണ്ടായിരുന്നുള്ളൂ. എൻജോയ് ചെയ്യാം. ക്യാമിയായിരുന്നു. ആ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷത്തിൽ നിവിൻ ചേട്ടനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ശരിയാ. ചേട്ടാ മറന്നു. സോറി. അന്ന് ചിരിച്ചായിരുന്നോ? ചിരിച്ചു. എനിക്ക് ഓർമ്മയില്ലാത്തതാ. ചിരിച്ചു. ശരിയാട്ടോ, ചേട്ടൻ തമാശ ചേട്ടൻ തന്നെ ചിരിക്കണേ. ഞാൻ വെറുതെ പറഞ്ഞല്ല. ഓക്കെ, നിങ്ങൾ അഭിനയിക്കുന്ന സമയത്തെ ഇപ്പൊ ചിരി കഴിഞ്ഞ് പെട്ടെന്ന് സീനിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ക്യാരക്ടറായിട്ട് മാറുന്ന ആരാ? ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എല്ലാരും ആവും. ഈ കൂട്ടം നിങ്ങളാവൂന്ന് അറിയില്ല, ഞങ്ങളാവും. ഞാൻ ടോവി എന്ന് പറഞ്ഞോണ്ട് ഈഗോ ഈഗോ പിടിച്ചോണ്ട് നടക്കുന്നത്. അവൻ മാത്രമല്ല, ഞങ്ങളും ആവാറുണ്ട്. ഞങ്ങളൊക്കെ ആവാറുണ്ട്. പെട്ടെന്നായിരിക്കും ആക്ഷൻ, അങ്ങനെയാണ് അല്ലേ? അത് കൊള്ളായിരുന്നു. നന്നായാലും ഇതിപ്പോ ഷൂട്ടിംഗ് അല്ലല്ലോ, സിനിമയല്ലല്ലോ. നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നീട് റിഗ്രറ്റ് ചെയ്ത സിനിമകൾ ഉണ്ടോ? ക്യാരക്ടറോ പാട്ടുകളോ അങ്ങനെ എന്തെങ്കിലും? റിഗ്രറ്റ് ഒന്നുമില്ല. അതിന് പകരം വേറെ എന്തെങ്കിലും നല്ലത് സംഭവിച്ചിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. ഓക്കെ. നമുക്ക് വിധിച്ചിട്ടുള്ളത് നമുക്ക് വരും. ഓ നൈസ്. വൗ. ഡീപ്പ്. സൂപ്പർ. ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സാധനം അടിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 സാധനം വരും, അത് നമ്മൾ മറന്നു. ഈ വേൾഡ് കപ്പിന് ശേഷം സഞ്ജു സാംസന്റെ ഒരു സിനിമ ലൈഫ് സ്റ്റോറി സിനിമയാക്കണം എന്ന് പറഞ്ഞ സമയത്ത് കമന്റ് വന്നത് അത് ബേസി ചേട്ടൻ ചെയ്താൽ നന്നായിരിക്കുന്ന, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? ഭയങ്കര കൂട്ടം, നിങ്ങൾക്ക് പേഴ്സൺ നന്നായിട്ട് അറിയുന്നല്ലേ? പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയൂ ഇപ്പോ? ഇപ്പൊ ഞാൻ പറയും. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചേട്ടനായിരുന്നു. I mean, ഞാനോ? അല്ല, അതായത് സഞ്ജു അല്ലായിരുന്നു. അന്ന് കാണാൻ പോയത് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ട്. അതെ അതെ, രസമായിരുന്നു അത്. നല്ല പെട്ടെന്നായിരുന്നു തീരുമാനം. നാളെ ക്രിക്കറ്റ് കളിയുണ്ട്, പോയാലും. നാളെ ടിക്കറ്റ് കിട്ടൂ? ടിക്കറ്റൊക്കെ നമുക്ക് പോവാം. നാളെ പോവാം, പിന്നെന്താ? അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോയതാ. അത് കറക്റ്റ്. ഇപ്പൊ സഞ്ജു 6 അടിക്കുന്നവരും 6 അടിക്കും. അതെ അതെ. അതെങ്ങനെ ഒത്തത്? അതൊക്കെ അങ്ങ് ഒത്തു. ഇവരുടെ ഇതെല്ലാം പോലെ തന്നെ ഇരുട്ടത്ത് കല്ലറിയും കൊണ്ടു. അത് തന്നെ. അങ്ങനെ ആ നിപ്പ് കണ്ടപ്പോ എനിക്ക് അങ്ങ് തോന്നി, ഇത് തിരിച്ചടിക്കാനുള്ള നിപ്പാണല്ലോ. 2 ബോള് അത്ര മുട്ടി. അപ്പൊ ഇനി ഇത് തിരിച്ചടിക്കുക. എത്ര വീഡിയോ എടുത്തടാ നീ? ആക്ച്വലി ഒരെണ്ണം എടുത്തുള്ളൂ. 73 വീഡിയോകളിൽ ഒരെണ്ണമാണ് കാണുന്നത്. അതേപോലെ ബോളിവുഡിൽ പോയിട്ട് പ്രസംഗിച്ച് എല്ലാവരോടും ചിരിപ്പിച്ച ആളെ ഇത് കാണുമ്പോൾ നമുക്ക് മറ്റേ റൊമാൻറ്റിഫിക്കേഷൻ ആണ്. നമ്മുടെ ആൾ അവിടെ പോയിട്ട് ചിരിപ്പിക്കുന്നു. അടുത്ത ഹോളിവുഡ്. ഇവന്റെ ഒരു ഹോളിവുഡ് സ്വപ്നമുണ്ട്, ഞാൻ എന്തെങ്കിലും പറയാതെ. ഹോളിവുഡിൽ എത്തുമ്പോ പറഞ്ഞാൽ മതി, ഇപ്പൊ പറയണ്ട. ഇപ്പൊ പറഞ്ഞ അയ്യോ ആൾക്കാര്. ഹോളിവുഡ് ഡ്രീംസ്. ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞതാ ഹോളിവുഡിൽ എത്തിയിട്ടുള്ള എന്റെ സ്വപ്നം എന്താണെന്ന് അറിയുന്നുണ്ട്. ഞാൻ നിന്ന് സംസാരിക്കുക, ഞാൻ അവിടെ ഇരുന്നു പോയി. അത് പറയാൻ പറ്റില്ല. ഇത് വരമാരി ഞങ്ങളും വെയിറ്റ് ചെയ്യണത് കാണാൻ. അതല്ലല്ലോ, 10 വർഷത്തിനുള്ളിൽ. 10 വർഷം 10 വേണം, 15. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. 10 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവും. അങ്ങനെയൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പണിയെടുത്തോണ്ടേ ഇരിക്കുക, കൺസിസ്റ്റൻസി, എപ്പോഴെങ്കിലൊക്കെ എത്തും. അതാണ് മോട്ടിവേഷൻ ചാർജ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിരടി വലിയൊരു സക്സസ് ആവട്ടെ. ആൻഡ് ടീച്ചർ കാണുമ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങൾ ഒരുമിച്ച് വരുമ്പം പാഠം അടിപൊളിയായിരിക്കുന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആൻഡ്
തിയേറ്ററിൽ വലിയ എന്താ അല്ലല്ല അന്നേരത്ത് നിങ്ങളുടെ റിയാക്ഷൻ എന്താന്ന് നോക്കിയതാ. ആ ഓക്കെ പോസിറ്റീവ് ആയിരുന്നു. അല്ലാണ്ട് പിന്നെ ഞാൻ നെഗറ്റീവ് ആണോ? അല്ല വെറുതെ ആരൊക്കെ നെഗറ്റീവ് ആയാലും നെഗറ്റീവ് ആവും. സോ വലിയൊരു വിജയാവട്ടെ എന്ന് അത് ആഗ്രഹിക്കുന്നു. നോക്കിയിട്ട് അടുത്ത ഇന്റർവ്യൂവിന് അത് പറയുമ്പോ അതുപോലെ ഇടാൻ വേണ്ടിട്ടാ. ഞാനാണെങ്കിൽ പിന്നല്ല എന്നുള്ള മൂഡിൽ തന്നെയാണ്. നിങ്ങൾ എങ്ങനെ ഇടുന്നത് നോക്കിയിട്ട് അത് പിടിക്കാന്ന് വിനീതേട്ടൻ അഭിനയിക്കുന്ന ചില എക്സ്പ്രഷൻസ് നോക്കും. ഇപ്പൊ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ചിലരുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ട് ഇല്ലില്ല എനിക്ക് നല്ല റിയാക്ഷൻസ് ഉണ്ട്. ഞാൻ ഈ വൃത്തികെട്ട റിയാക്ഷൻ എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഞാൻ പിന്നെ എന്തെങ്കിലും പറഞ്ഞു വെറുതെ ഒരു അവസരം കിട്ടി പറഞ്ഞു. ആറ്റിൽ കളയുമെന്ന് പറഞ്ഞില്ല എന്റെ കോമഡി. അത് നിങ്ങളാണല്ലേ പറഞ്ഞത്. അതാ റിയാക്ഷൻ നോക്കണ ചോദ്യം ചോദിച്ചപ്പോ നിങ്ങളുടെ മുഖത്തോട്ട് പോലും നോക്കാതിരുന്നത് അതുകൊണ്ടാ. ഇവിടെ നിന്നെങ്കിലും എടുക്കാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു ചോദ്യമെങ്കിലും വന്നു. ഇവിടെ നിന്നുള്ളത് ചോദ്യത്തിൽ പോലും വന്നില്ല. പറയാൻ പറ്റില്ല. ഈ സിനിമയില് ക്യാരക്ടർ സൂപ്പർ ആയി കഴിഞ്ഞാൽ ഇനി മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ. എന്റെ അമ്മോ. ഒരു റൗണ്ട് ഷാൻ അഭിനയത്തില് കുറച്ചധികം അടുത്തൊരു 5 വർഷം ഷാനിക്ക തൂക്കും. എന്റെ അമ്മോ ഇങ്ങനൊന്നും പറയാതെ നീ പേടി. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാ. കയ്യിലിരിപ്പ് കയ്യിലിരിപ്പല്ല 5ന്റെ മേലെ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. 5 എന്തായാലും ഉറപ്പാ. പിന്നെ ഓക്കെ താങ്ക് യുടാ. ഞങ്ങളും കാത്തിരിക്കാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയില് ഞാനും ഉണ്ടാവും. ഓ പറയണ്ടായിരുന്നു. Thank you so much all the very best. താങ്ക് യു.